ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം 27ാം ദിവസമാണിന്ന്. എന്താണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം എന്നത് വ്യക്തമല്ല. സമ്പൂർണ്ണ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആക്രമണങ്ങൾ തുടരുകയാണ്. എന്താണ് അമേരിക്കയുടെ നീക്കം എന്നതിലും അവ്യക്തതയുണ്ട്. ഇറാന്റെ തീരുമാനം ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. ഒന്നും വ്യക്തമല്ലാത്ത ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപുണ്ടായിരുന്ന വലിയ അനിശ്ചിതത്വം നമുക്കറിയാം. അതുപോലെ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് സമാധാന നീക്കങ്ങൾ നടക്കുന്നുണ്ട്, മറുഭാഗത്ത് യുദ്ധം കടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്നതിന്റെ സൂചനകളും റിപ്പോർട്ടുകളും വരുന്നു. ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ നാവികസേനാ കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. സംയുക്ത ആക്രമണത്തിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. സമാധാന പദ്ധതി അംഗീകരിക്കാൻ ട്രംപ് വലിയ സമ്മർദ്ദം ഇറാനുമേൽ ചെലുത്തുമ്പോൾ ഒരു ബദൽ പദ്ധതിയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പരാജയം അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്ക. ഈ വലിയ രീതിയിലുള്ള സമ്മർദ്ദം, ഈ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് ഇറാൻ ഒരു കീഴടങ്ങളുടെ വക്കിലെത്തുന്നു. ആ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന തന്ത്രമാണ് ട്രംപ് ആവർത്തിച്ച് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധഭീഷണി സമ്പൂർണ്ണമായും അവസാനിപ്പിച്ച് അമേരിക്കയിലെ വരുതിയിലാക്കുക എന്നതാണ് ഇറാന്റെ നീക്കം. അതിനായി അവർ ബദൽ പദ്ധതികൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തീരദേശ നഗരമായ ബന്ദർ അബ്ബാസിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നാവികസേന കമാൻഡർ അലി റസ തങ്സിരി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിന് പിന്നിലെ പ്രധാനിയാണ് അലി റസ എന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേലിന്റെ റിപ്പോർട്ട്. അതേസമയം അലി റസ കൊല്ലപ്പെട്ടെന്ന് ഇറാനോ സൈന്യമോ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. 2018 മുതൽ കമാൻഡറായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് അലി റസ തങ്സിരി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വധശ്രമങ്ങളിൽ നിന്ന് പലതവണ രക്ഷപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക കമാൻഡർമാരും അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മാസം ആദ്യം കൊല്ലപ്പെട്ട അലി ലാരജാനിയുടെ മരണം ഇറാന് വലിയ തിരിച്ചടിയായിരുന്നു. വലിയ അവകാശവാദങ്ങളാണ് അപ്പോഴും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം കൊന്നൊടുക്കിയതിന് ശേഷമാണ് ഒരു സമാധാന നീക്കത്തിലേക്ക് 48 മണിക്കൂർ സമയത്തെ ഒരു അന്ത്യശാസനത്തിനൊടുവിൽ ട്രംപ് എത്തിയത്. എന്നാൽ ഇറാൻ അതിന് കൈകൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇറാൻ പറയുന്നു. പിന്നീട് ട്രംപിന്റെ പല അവകാശവാദങ്ങളും തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അമേരിക്കയോട് തന്നെ ചർച്ച ചെയ്യുകയാണെന്നുള്ള പരിഹാസം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കണ്ടു. ഈ ഘട്ടങ്ങളിൽ ഇപ്പോൾ വലിയ അവകാശവാദങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം സമാധാന കരാറിനായി യാചിക്കുകയാണെന്നും യുദ്ധത്തിൽ അമേരിക്ക വിജയത്തിന്റെ പാതയിലാണ് എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. റിപ്പബ്ലിക്കൻ നാഷണൽ കോൺഗ്രഷണൽ കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇറാന്റെ നില പരിഗണനയിലാണ് എന്ന സൂചന നൽകിക്കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. 8 യുദ്ധം താൻ അവസാനിപ്പിച്ചതാണ്, താൻ ഇറാനിലും വൻ വിജയം കൈവരിക്കുകയാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാൻ നേതാക്കൾ സമാധാന കരാറിനായി അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ജനങ്ങൾ തങ്ങളെ വധിക്കുമോ എന്ന ഭയത്താലാണ്, അമേരിക്കയോടുള്ള പേടി മൂലവുമൊക്കെയാണ് അവർ അത് പുറത്തു പറയാത്തതെന്നാണ് ട്രംപ് പറയുന്നത്. ലോകത്തൊരു ഭരണാധികാരിയും ആഗ്രഹിക്കാത്ത അത്രയും സമ്മർദ്ദത്തിലാണ് ഇറാൻ തലവനെന്ന് ട്രംപ് പറയുന്നു. തോൽവി സമ്മതിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നേരിടുക എന്ന മുന്നറിയിപ്പാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാന് നൽകുന്നത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതിന് ഉദാഹരണമായി ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. തങ്ങളുടെ രാജ്യം സൈനികമായി പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ നടത്തുമെന്ന് പറയുന്നത് വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റാണ്. പ്രസിഡന്റ് ട്രംപ് വെറുതെ ഭീഷണിപ്പെടുത്തുന്ന ആളല്ല, നരകതുല്യമായ പ്രത്യാഘാതങ്ങൾ അഴിച്ചുവിടാൻ ട്രംപ് തയ്യാറെടുക്കും എന്നതൊക്കെയാണ് ലെവിറ്റ് ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ ഇനി ഒരു തെറ്റായ കണക്കുകൂട്ടലിന് മുതിരരുത്, അത് വലിയ അപകടം
വിളിച്ചു വരുത്തുമെന്നും വാർത്താ സമ്മേളനത്തിൽ ലെവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അതായത് ഇപ്പോൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെറുതെയാണ്. കൂടുതൽ ആയുധ സന്നാഹങ്ങളും സേനാ സന്നാഹങ്ങളും ഒരുക്കാനാണ് അമേരിക്കൻ നീക്കമെന്ന് പറയുന്നത് ഇറാനാണ്. അതിന് സമാനമായ തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ ലെവിറ്റിന്റെയൊക്കെ ഭാഗത്തു നിന്ന്, വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. നിലവിലെ സാഹചര്യം ഉൾക്കൊള്ളാൻ ഇറാൻ പരാജയപ്പെട്ടാൽ തങ്ങൾ സൈനികമായി പരാജയപ്പെട്ടുവെന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഉറപ്പാക്കും എന്നാണ് ലെവിറ്റ് ഭീഷണി മുഴക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഒരു ഭാഗത്ത് അവകാശവാദങ്ങൾ നടത്തുന്നു ട്രംപ്, ഇതുപോലെയുള്ള ഭീഷണികൾ വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തുവരുന്നു. അതേസമയം ഒരു സമാധാന കരാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും വിചിത്രമായ പ്രസ്താവനകളും ഒക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് കൂടിയാണ് ഈ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷമുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവാകാൻ അവിടുത്തെ നേതൃത്വം തന്നെ ക്ഷണിച്ചിരുന്നു എന്ന വിചിത്ര അവകാശവാദമാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫണ്ട് റൈസർ പരിപാടിയിലായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം. ക്ഷണം താൻ നിരസിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങളെ അടുത്ത പരമോന്നത നേതാവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറഞ്ഞു, ഞാൻ അത് വേണ്ട, നന്ദി എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പോൾ എന്താണ് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ആർക്കും വ്യക്തമാകുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് വിലമതിക്കാനാകാത്ത ഒരു സമ്മാനം ഇറാനിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അത് ഞാൻ എന്താണെന്നൊന്നും പറയില്ല, പക്ഷേ വിലമതിക്കാനാകാത്ത ഒരു സമ്മാനമാണ്. ഇതൊക്കെ ട്രംപിന്റെ പിടിവിട്ടു പോയോ കാര്യങ്ങൾ എന്നതിൻ്റെ സൂചനകളാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്തായാലും നമുക്കറിയാം, പല ഘട്ടത്തിൽ പല കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് ട്രംപ്. ട്രംപ് ഇല്ലാ കഥകൾ പറയുന്ന വ്യക്തിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ ഇന്ത്യയെ പരാമർശിച്ചുകൊണ്ട് ഏതാണ്ട് 60ഓളം തവണ അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചതാണ്. നമ്മുടെ പാർലമെന്റിൽ ഉൾപ്പെടെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ച് ഇന്ത്യ വ്യക്തമാക്കുമ്പോൾ പോലും ട്രംപ് ആ അവകാശവാദം 60ലധികം തവണ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. സമാനമായ നിലയിൽ വിചിത്രവും പരസ്പര വിരുദ്ധവുമായ കാര്യങ്ങൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ചകൾക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇറാൻ. ഇസ്രയേലിലെയും പശ്ചിമേഷ്യയിലെയും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. തങ്ങൾ നടത്തിയ സൈനിക നീക്കങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രയേലിലെ ഹൈഫ, ഡിമോണ എന്നിവയുൾപ്പെടെ 70ലധികം കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ സൈന്യം അവകാശപ്പെടുകയാണ്. മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെയും കടുത്ത ആക്രമണം ഉണ്ടായി എന്നതാണ് അവരുടെ അവകാശവാദം. UAEയിൽ ഒരു ദാരുണമായ സംഭവമുണ്ടായി. അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 2 മരണം ഇന്നുണ്ടായി. അബുദാബി സൈഹാൻ സ്ട്രീറ്റിൽ പ്രതിരോധ സേന തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് മരണം. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വാഹനങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. പുലർച്ചെ മുതലുണ്ടായ മിസൈൽ ഡ്രോൺ ഭീഷണികളെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പ്രതിരോധിച്ചതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ജോർദാനിലെ അൽ അസ്രഖ്, ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ, കുവൈറ്റിലെ അലി അൽ സലേം തുടങ്ങിയ ബേസുകൾ, അമേരിക്കൻ ബേസുകൾ ലക്ഷ്യമിട്ടതായും ഇറാൻ അറിയിക്കുന്നുണ്ട്. ചബഹാറിന് മുകളിൽ വെച്ച് അമേരിക്കയുടെ F-18 യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശവാദം ഉന്നയിച്ചുവെങ്കിലും അമേരിക്ക അത് നിഷേധിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാൻ പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെ നൽകുകയാണ്. ഇറാൻ നിരവധി ഒരു ഉപാധിയും അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത്. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളിയാണ് 5 ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രസ് ടിവിയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പുവൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ. എന്തായാലും ചില താൽപര്യങ്ങളോടെ പാകിസ്ഥാൻ മധ്യസ്ഥ ചർച്ചകളിൽ ഇടപെടുന്നത് കൂടി നമ്മൾ കാണുന്നുണ്ട്. ഇസ്രയേലുമായി ചേർന്ന് US ഇറാനെതിരെ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അപ്രതീക്ഷിതമായാണ് ഒരു മധ്യസ്ഥന്റെ വേഷമണിഞ്ഞ് പാകിസ്ഥാൻ രംഗത്തെത്തുന്നത്. താലിബാനുമായി അഫ്ഗാൻ അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുമ്പോഴും ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ തിടുക്കത്തിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട് എന്നതാണ് കരുതുന്നത്. അത് സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും രാജ്യാന്തര തലത്തിലുള്ള പ്രസക്തി നിലനിർത്താനുള്ള തന്ത്രപരമായ താൽപര്യങ്ങളും ഒക്കെയാണ്
പാകിസ്ഥാനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും സസൂക്ഷ്മം ഈ സാഹചര്യങ്ങളൊക്കെ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ ഉൾപ്പെടെ വിദേശകാര്യ മന്ത്രി ഇന്ത്യ ഒരു തരത്തിലും മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുക്കില്ല എന്ന കാര്യം വ്യക്തമാക്കി എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പാകിസ്ഥാന്റെ ഈ ഇടപെടലുകൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ എന്തായാലും ഒരു മധ്യസ്ഥന്റെ റോൾ സ്വീകരിക്കില്ല. അതേസമയം ഇന്ത്യ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന സന്ദേശം നൽകുന്നുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള ആശയവിനിമയങ്ങൾ തുടരുന്നുമുണ്ട്. ഒരു വശത്ത് സമാധാന നീക്കം നടക്കുമ്പോഴും ആക്രമണം കടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക. നയതന്ത്ര ശ്രമങ്ങളുടെ മറവിൽ ആക്രമണത്തിനുള്ള സമയമെടുക്കുകയാണ് US എന്ന ഇറാന്റെ വിമർശനം ശരിവെക്കുന്ന വിധത്തിലാണ് ഈ പുതിയ സൈനിക വിന്യാസമൊക്കെ നടക്കുന്നത്. 2000 സൈനികരാണ് പശ്ചിമേഷ്യയിൽ പുതുതായി എത്തുന്നത് എന്ന വിവരമുണ്ട്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സിൽ നിന്നുള്ള സൈനികരെയാണ് പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക അയക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ സൈനികരെ അയക്കുമെന്നാണ് പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ 4500 മറൈൻ സൈനികർ പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നായി ഏകദേശം 50,000 സൈനികർ പെന്റഗൺ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട ഈ സൈനിക നീക്കത്തിനായി പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. ചർച്ചയുടെ സാധ്യതകൾ പൂർണ്ണമായും തള്ളി ഇറാനും കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. അമേരിക്കയെ കരയുദ്ധത്തിലേക്ക് തള്ളിവിട്ടാൽ യഥാർത്ഥ കരുത്ത് കാണിക്കാൻ പറ്റും എന്നതാണ് ഇറാന്റെ ആത്മവിശ്വാസം എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുണ്ട്. 26 ദിവസത്തെ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം നേരിട്ട ഇറാനെ സംബന്ധിച്ച് ഇതിലും ഫലപ്രദമായി കരയുദ്ധം നേരിടാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ് ഉള്ളത്. യുദ്ധ ആശങ്ക വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതാണ് ഈ സാഹചര്യങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താകും ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ട്രംപ് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുകയാണോ? ഈ 5 ദിവസത്തെ വെടിനിർത്തലിന് ശേഷം കരയുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്കകളാണ് അവിടെ നിലനിൽക്കുന്നത്.